എല്ലാ വ്ളോഗും തുടങ്ങുന്നത് ഒരു ഹാപ്പി ഇതിലാണ്, പക്ഷേ ഈ വ്ളോഗ് മാത്രം കുറച്ച് സാഡായിട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്താ, നമ്മൾ തിരിച്ചു നാട്ടിൽ പോകാൻ പോണ് ഗൈസ്. ഇങ്ങനെ കാണിക്കുമെങ്കിലും വീട്ടില് കരച്ചിലായിരുന്നു. ടയറിന്റെ കാറ്റൂരി ഇവിടെ ഫ്ലൈറ്റിന്റെ ടൈമിംഗിന് എത്താതെ നമ്മള് ഇപ്പൊ പ്ലാൻ ചെയ്തോണ്ടിരിക്കണല്ലേ അപ്പൊ ചേട്ടേ. അതാ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടിയിൽ പോവാം, മിക്കവാറും ഇവിടുത്തെ ട്രാഫിക്കില് എയർപോർട്ട് എന്തായാലും എത്തൂല. പക്ഷെ അപ്പേന്റെ പ്രാർത്ഥന എത്തും, അപ്പേന്റെ പ്രാർത്ഥന നമ്മളെത്തും. ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, അതാണ് സീൻ. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. അബു ചേട്ടാ പറ. പോവണ്ട. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിന്റെ അകത്തേക്ക് നടന്നു. എപ്പോഴാ വണ്ടി? സുനിതേ എന്ത് പറയുന്നു? അച്ഛനെ കാണാൻ ധൃതിയായിട്ടുണ്ടോ? ഗൈസ് നമുക്കിനി ബോർഡിങ് ചെയ്യേണ്ടത് 10:55 ആണ്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ നിൽക്കാൻ പോണെയാണ്. സോ നല്ല ഭംഗിയുണ്ടിട്ട് ഇവിടെ കാണാൻ. ഗൈസ് വ്ളോഗ് എടുക്കാനൊന്നും മൂടില്ല, പക്ഷെ ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. ഭയങ്കര വിഷമം, അച്ഛനൊക്കെ ഭയങ്കര വിഷമമായിട്ടാണ് പോയേക്കണത്. നമ്മളങ്ങനെയൊക്കെ ഇരിക്കാൻ, നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാം കിട്ടി. ഇനി കുറേ നടക്കാനുണ്ടോ? കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നി. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് കാര്യങ്ങളൊക്കെ. ഗൈസ് നമ്മൾ ബോർഡിങ് ചെയ്യാൻ പോവാണ്, ഫ്ലൈറ്റിലോട്ട് പോകുന്നതാണ്. സമയം 11 മണിയായി. സച്ചുവിൻ്റെ കിളി പോയിരിക്കണം കേട്ടോ. സച്ചു ഇമോഷണലി ഡാമേജ് ആയിട്ട് ഇരിക്കുന്നു.